നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിൽ പടന്ന എടച്ചാക്കെ ഭാഗങ്ങളിൽ വ്യാപക നാശം. വളർത്തുപോത്ത് മിന്നലേറ്റ് ചത്തു. വീടുകൾക്ക് തകർച്ചയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തു. കയ്യൂരിന്റെ മണ്ണിൽ ഇന്നു മുതൽ കലയുടെ പെരുമ്പറ മുഴങ്ങും. കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ കലോത്സവം അരങ്ങിന് തുടക്കമായി. 18 വരെയാണ് അരങ്ങ് നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ഈ വർഷത്തെ പുസ്തകോത്സവം ആരംഭിച്ചു. മെയ് 18 വരെയാണ് പുസ്തകോത്സവം നടക്കുന്നത്. വടക്കേ മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ടം സമാപിച്ചു. സമാപന ദിവസം ഉത്തര കേരളത്തിൽ നിന്നും ദക്ഷിണ കർണാടകയിൽ നിന്നുമായി 1.5 ലക്ഷം പേരിലധികം ഭക്തരാണ് ദർശനത്തിനെത്തിയത്. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവത്തിന് നാൾ കുറിച്ചു. മെയ് 23, 24 തീയതികളിലാണ് കലശോത്സവം നടക്കുന്നത്. വാർത്തകൾ വിശദമായി. മഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിൽ പടന്ന എടച്ചാക്കെ ഭാഗങ്ങളിൽ വ്യാപക നാശം. വളർത്തുപോത്ത് മിന്നലേറ്റ് ചത്തു. വീടുകൾക്ക് തകർച്ചയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തു. പടന്ന പഞ്ചായത്തിലെ എടച്ചാക്കൈ 12-ാം വാർഡിലെ വാഴപ്പള്ളി മുഹമ്മദ് കുഞ്ഞിയുടെ വീടിന് ഇടിമിന്നലിൽ കേടുപാടുകൾ സംഭവിച്ചു. വീടിന്റെ മുന്നിലെ ഓഫീസ് മുറിയുടെ ചുമർ ഇടിമിന്നലിൽ തകർന്നു. വീട്ടുവളപ്പിൽ കെട്ടിയിരുന്ന 2 വയസ്സുള്ള പോത്ത് മിന്നലേറ്റ് ചത്തു. കിടപ്പുമുറിയിലെ എയർ കണ്ടീഷണർ, 2 ഫാനുകൾ, ഇൻവേർട്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ കത്തിനശിച്ചു. രാത്രിയിലാണ് സംഭവം. മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യയും മക്കളും ചെറുമക്കളും വീടിനകത്തുണ്ടായിരുന്നു. പടന്ന ടൗണിനടുത്തുള്ള താഴെ പാറക്കടവ് റോഡിലെ കർഷകൻ PK മുഹമ്മദ് കുഞ്ഞിയുടെ വീടിന്റെ കാർപോർച്ചിന്റെ തൂൺ ഇടിമിന്നലിൽ തകർന്നു. വീട്ടിലെ 5 ഫാനുകളും AC-യും ട്യൂബ് ലൈറ്റുകളും കത്തിനശിച്ചു. സംഭവം നടക്കുമ്പോൾ വീട്ടിന്റെ കിടപ്പുമുറിയിൽ ഇരിക്കുകയായിരുന്ന മുഹമ്മദ് കുഞ്ഞിയുടെ ഭാര്യ സുബൈദയും മാതാവ് കുഞ്ഞാമിനെയും ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അങ്ങനെ ഞാൻ വരുമ്പോൾ ഇവിടെ ലൈറ്റൊന്നും കാണില്ല. ഒരു തെങ്ങും പോയി, 3 കഴുങ്ങ്, പില്ലർ 6 പോർച്ചുണ്ടായ പില്ലർ അതിക്ക് അടിച്ചിട്ട് അത് കുറച്ച് കീറിയിട്ട് ഇഷ്ടികയിലും പുറത്തേക്ക് വന്നു. അകത്ത് ഫാന്, 4-5 ഫാൻ, 3 ട്യൂബ് ഇതെല്ലാം പോയി. ബാക്കിൽ കണക്ഷൻ, മെയിൻ കണക്ഷൻ അവിടെ കത്തീനി, KSE-ബിൻ്റെ കത്തീനി. പീസും പോയി, 3 പീസും പോയി. ഉള്ളിലൊന്നും ആയിട്ടില്ല. മിന്നലിൽ മുറിയിലെ ഫാനിന്റെ ഭാഗങ്ങൾ പൊട്ടിത്തെറിച്ചു താഴേക്ക് വീഴുകയായിരുന്നു. വീടിന്റെ വൈദ്യുത മീറ്റർ ബോർഡിലെ ഫ്യൂസുകൾ പൊട്ടിത്തെറിച്ചു. വീട്ടുമുറ്റത്തെ തെങ്ങോ തീ പിടിച്ചു കത്തി. 3 കവുങ്ങുകളും കരിഞ്ഞു. ജനപ്രതിനിധികളും റവന്യൂ, മൃഗസംരക്ഷണ വകുപ്പ്, പഞ്ചായത്ത്, വൈദ്യുതി ബോർഡ് അധികൃതർ വീടുകൾ സന്ദർശിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കയ്യൂരിന്റെ മണ്ണിൽ ഇന്നു മുതൽ കലയുടെ പെരുമ്പറ മുഴങ്ങും. കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ കലോത്സവം അരങ്ങിന് തുടക്കമായി. 18 വരെയാണ് അരങ്ങ് നടക്കുന്നത്. കയ്യൂരിന്റെ മണ്ണിൽ ഇന്നു മുതൽ കലയുടെ പെരുമ്പറ മുഴങ്ങും. കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ കലോത്സവം അരങ്ങിന് തുടക്കമായി. 18 വരെയാണ് അരങ്ങ് നടക്കുന്നത്. കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. കയ്യൂരിന്റെ മണ്ണിൽ ആദ്യമായി വിരുന്നെത്തുന്ന അരങ്ങിനെ ജനകീയോത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. 4 വർഷങ്ങളിലും അരങ്ങിന്റെ ജേതാക്കളിൽ 5 വർഷങ്ങളിൽ കാസർഗോഡ് ജില്ലയാണ് സംസ്ഥാനത്ത് തന്നെ മികച്ച സ്ഥാനം കൈവരിക്കുന്നത്. ആ ഒരു നല്ല അഭിമാനം കൂടി നമുക്ക്. ഇപ്പോൾ മെയ് 17-ാം തീയതി രാവിലെ 10:30-ക്കാണ് നമ്മുടെ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. നമ്മുടെ ചാർജുള്ള മന്ത്രി AK ശശീന്ദ്രൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അധ്യക്ഷം വഹിക്കുന്നത് തൃക്കരിപ്പൂർ MLA രാജഗോപാലനാണ്. ഇന്ന് രാവിലെ 10-ന് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. 32 സ്റ്റേജ് ഇനങ്ങളിലും 16 ഓഫ് സ്റ്റേജ് ഇനങ്ങളിലുമായി 1000 അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. 18 മുതൽ 40 വയസ്സ് വരെ ജൂനിയർ വിഭാഗത്തിലും 40 വയസ്സിന് മുകളിൽ സീനിയർ വിഭാഗത്തിലും മത്സരങ്ങൾ നടക്കും. ഇന്ന് രാവിലെ 9:30-ന് മത്സരങ്ങൾ ആരംഭിക്കും. ചിത്രരചന, പെൻസിൽ ജലച്ചായം, കാർട്ടൂൺ, കൊളാഷ്, കഥാരചന, മലയാളം, ഹിന്ദി, അറബിക്, കന്നഡ, തമിഴ്, ഇംഗ്ലീഷ്, കവിതാരചന, മലയാളം, ഹിന്ദി, അറബിക്, കന്നഡ, തമിഴ്, ഇംഗ്ലീഷ്, കവിതാ പാരായണം, മലയാളം, ഹിന്ദി, തമിഴ്, അറബിക്, ഇംഗ്ലീഷ്, കന്നഡ,
പ്രസംഗം, മലയാളം എന്നിവ ആദ്യ ദിവസം നടക്കും. 18-ന് ഭരതനാട്യം, തബല, കുച്ചിപ്പുടി, വയലിൻ, മോഹിനിയാട്ടം, ഓടക്കുഴൽ, കേരള നടനം, ട്രിപ്പിൾ ജാസ, നാടോടി നൃത്തം, ഒപ്പന, തിരുവാതിര, സംഘനൃത്തം എന്നിവയും നടക്കും. 18-ന് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം എം രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. താലൂക്ക് തല മത്സരത്തിൽ വിജയിച്ചവരാണ് ജില്ലാതലത്തിൽ മത്സരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ, കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോഓർഡിനേറ്റർ D ഹരിദാസ്, CM സൗദ, ജില്ലാ പ്രോഗ്രാം മാനേജർ P രതീഷ്, പഞ്ചായത്ത് CDS ചെയർപേഴ്സൺ R രജിത, ജില്ലാ മിഷൻ PRO K അമ്പിളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ഈ വർഷത്തെ പുസ്തകോത്സവം ആരംഭിച്ചു. മെയ് 18 വരെയാണ് പുസ്തകോത്സവം നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ഈ വർഷത്തെ പുസ്തകോത്സവം മെയ് 16, 17, 18 തീയതികളിൽ നടക്കുന്നതാണ്. 50-ലധികം പ്രസാധകരുടെ 100 പുസ്തക സ്റ്റാളുകൾ പുസ്തകമേളയിലുണ്ടാകും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രസാധകരുടെ മികച്ചതും ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയതുമായ പുസ്തകങ്ങൾ ഗ്രന്ഥശാലകൾക്കും പൊതുജനങ്ങൾക്കും വിലക്കിഴിവോടെ പുസ്തകോത്സവത്തിൽ ലഭ്യമാകും. 14.5 കോടി രൂപയാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് ലൈബ്രറി കൗൺസിൽ പുസ്തകങ്ങൾ വാങ്ങാൻ ഗ്രാന്റായി നൽകുന്നത്. കാസർഗോഡ് ജില്ലയിലെ 478 ഗ്രന്ഥശാലകൾക്ക് 85 ലക്ഷം രൂപയാണ് പുസ്തക ഗ്രാന്റ്. അത്യുത്തര കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിസ്തുലമായ പങ്കുവഹിച്ച വിദ്യാൻ KK നായരുടെ ജന്മശതാബ്ദി വർഷത്തിൽ അദ്ദേഹത്തിന്റെ നാമധേയമാണ് പുസ്തകോത്സവ നഗരിക്ക് നൽകിയിരിക്കുന്നത്. ഈയിടെ വിട്ടുപിരിഞ്ഞ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നേതാവ് G അംബുജാക്ഷന്റെ പേരിലുള്ള നഗരയിലാണ് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുക. പുസ്തകോത്സവം കാഞ്ഞങ്ങാട് KV കുഞ്ഞിരാമന്റെ അധ്യക്ഷതയിൽ E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളപ്പിറവിക്ക് മുമ്പ്, സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് ആരംഭിച്ചിട്ടുള്ള വായനയിലൂടെ ഒരു സമൂഹത്തെ പുതിയ ബോധോദയത്തെ, പുതിയ ബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന വളരെ വിശാലമായ ദീർഘമായ വീക്ഷണത്തോടെ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയൊരു കാലഘട്ടം. അതിൽ നിന്നെല്ലാം പോയി നമുക്ക് വളരെ അനുകൂലമായ സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. യാത്രയ്ക്ക് പ്രശ്നമില്ല, എവിടെയും എത്താൻ കഴിയും. യാത്രയല്ല, ഇതെല്ലാം നിമിഷങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം നടത്താൻ കഴിയുന്ന ഈ കാലത്തും വായനയെ ശക്തിപ്പെടുത്താൻ നമ്മുടെ വായനശാലകൾ, ഗ്രന്ഥശാലകൾ അതിൻ്റെ ആവശ്യകത നല്ലതുപോലെ ബോധ്യപ്പെട്ട് ഇറങ്ങിത്തിരിച്ചവരാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊരു വലിയ വിഭാഗമാണ്. അതിൽ പ്രമുഖരാണ് അധ്യാപകരെന്ന് ഞാൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി. പുസ്തകം എത്ര കാലമെന്ന വിഷയത്തിൽ EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ മുൻ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ വിദ്വാൻ KK നായർ ജന്മശതാബ്ദി അനുസ്മരണം നടത്തി. വിവിധ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലെ എക്സി മെമ്പർ PVK പനയാൽ പ്രകാശനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വടക്കേ മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ടം സമാപിച്ചു. സമാപന ദിവസം ഉത്തര കേരളത്തിൽ നിന്നും ദക്ഷിണ കർണാടകയിൽ നിന്നുമായി 1.5 ലക്ഷം പേരിലധികം ഭക്തരാണ് ദർശനത്തിനെത്തിയത്. പതിനൊന്ന് ദിവസം നീണ്ട ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തിന് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളാണ്. വെൺചാമരവും മുത്തുക്കുടയും ആലവട്ടവും ഉയർന്ന അന്തരീക്ഷത്തിലാണ് പ്രധാന തെയ്യക്കോലമായ വിഷ്ണുമൂർത്തി അരങ്ങിലെത്തിയത്. രാവിലെ രക്തചാമുണ്ടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാനെത്തിയിരുന്നു. വിഷഹാരിയും ശക്തിസ്വരൂപിയുമായ ദൈവത്തിനു മുന്നിൽ ഭക്തർ തടിച്ചുകൂടി നിന്നപ്പോൾ വരരത്നഹസ്തങ്ങളിൽ കനകരത്നപ്പൊടി നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു. ഉച്ചയ്ക്കരങ്ങിലെത്തിയ തെയ്യക്കോലം തിരിച്ചണിയറയിലേക്ക് മടങ്ങുമ്പോൾ സമയം അർദ്ധരാത്രി പിന്നിട്ടിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മടിയൻകോലം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവത്തിന് നാൾ കുറിച്ചു. മെയ് 23, 24 തീയതികളിലാണ് കലശോത്സവം നടക്കുന്നത്. ഉത്തര മലബാറിലെ പ്രശസ്തമായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം ഈ വർഷത്തെ കലശോത്സവത്തിന് നാളും മുഹൂർത്തവും ജന്മകണിശൻ വിനോദ് കപ്പണക്കാൽ കുറിച്ചു. തൃതീയവേ പാപിയുദിഷ്ടമേവാം ബ്രൂയം നിരീഠ്യം കലദോഷയുക്തം മന്ദേനഹീനം വിഹനം കുജേന
ശവാദിദുഷ്ടം ശിഖിമാന്തി സർപ്പയ്ക്ക് എന്ന് പറഞ്ഞു. തൃതീയപേ പാപയുധിഷ്ഠമേവ. മൂന്നാം ഭാവരാശിയിൽ പാപഗ്രഹം നിൽക്കുകയോ നോക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രൂയം നിവേദ്യ വിഷയമുണ്ടാക്കുന്ന ചില പ്രയാസങ്ങളെല്ലാം പറയണമെന്ന് തന്നെയാണ് വീണ്ടും പറയുന്നത്. ചെയ്യുന്ന നിവേദ്യങ്ങൾക്കുള്ള പൂർണ്ണതയോ ചെയ്യുന്ന കർമ്മ വിഷയത്തിലേക്ക് ഉണ്ടാക്കുന്ന പ്രയാസങ്ങളോ ഇതൊക്കെയാണോ അതിൻ്റെ വിഷയം പറയുന്നത്. കർമ്മസ്ഥാനാധിപനാണ് ലഗ്നരാശിയിൽ നിന്നും കർമാധിപത്യം വഹിച്ചതായ ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രനും നിവേദ്യസ്ഥാനത്തിൽ രാഹുഗ്രസ്തമായിട്ടാണ് നിൽക്കുന്നത്. തമോഗ്രഹമാണ്. വടക്കേ മലബാറിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമായ ശ്രീ മടിയങ്കുലം ക്ഷേത്രപാല ക്ഷേത്രം ഈ വർഷത്തെ കലശോത്സവം മെയ് 23, 24 തീയതികളിൽ നടത്താമെന്ന് പ്രശ്നവശാൽ കണ്ടിരിക്കുന്നു. കലശോത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. മെയ് 23, 24 വെള്ളി ശനി തീയതികളിൽ കലശവും അടോട്ട് കളരിയിലും കിഴക്കുങ്കര കളരിയിലും നടക്കുന്ന ഓലകൊത്തൽ ചടങ്ങ് മെയ് 20 ചൊവ്വാഴ്ച രാവിലെ 6:30 മുതൽ 7:50 വരെയുള്ള മുഹൂർത്തത്തിൽ നടക്കും. മൂലച്ചേരി നായരച്ചൻ, മടിയൻ നായർച്ചൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവൻ, ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ NV ബേബിരാജ്, V നാരായണൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ വിജയൻ പെരിങ്ങേത്ത്, വിവിധ കളരി പ്രതിനിധികൾ, ആചാരസ്ഥാനികർ, നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ, വികസന സമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മെയ് 23 രാത്രി 3 കളരികളിൽ നിന്നുമുള്ള കലശങ്ങളും മണവാളനും മണവാട്ടിയും മാഞ്ഞാളമ്മയും അരങ്ങിലെത്തും. 24 വൈകിട്ട് കാളരാത്രിയമ്മ, ക്ഷേത്രപാലകൻ, നടയിൽ ഭഗവതി എന്നീ തെയ്യങ്ങളും അടോട്ട് മൂത്തേടത്ത് കുതിര, പെരളം വയൽ കളരി, കിഴക്കുംകര കളരി, മടിക്കൈ, പെരിയങ്കോട്ട് കളരി എന്നിവിടങ്ങളിൽ നിന്നും 6 കലശങ്ങളും എഴുന്നള്ളിക്കും. ആലന്തട്ട ആശാരി കലയാമ്പള്ളി ഒരുക്കും. പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും മീൻകോവയും എഴുന്നള്ളിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോക ഹൈപ്പർ ടെൻഷൻ ദിനാചരണം ആചരിച്ചു. ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ആയുഷ്മാൻ ഭവ കാസർഗോഡ് ജില്ലാ ഹോമിയോ ആശുപത്രി, അമ്പലത്തറ ജനമൈത്രി പോലീസ്, അമ്പലത്തറ കേശവ്ജി സ്മാരക പൊതുജന വായനശാല എന്നിവ സംയുക്തമായി ലോക ഹൈപ്പർ ടെൻഷൻ ദിനത്തിന്റെ ഭാഗമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്നു വിതരണവും ബോധവൽക്കരണ ക്ലാസും നടത്തി. കേശവ്ജി വായനശാലയിൽ നടന്ന ചടങ്ങ് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സുഗുണൻ KK ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാവിധ ജീവിതശൈലി രോഗങ്ങളും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉറക്കം ഉണ്ടാവില്ല, നൈറ്റ് ഡ്യൂട്ടികളായിരിക്കും അധികവും. അതുപോലെ ഭക്ഷണക്രമം ഒരിക്കലും ഞങ്ങൾക്ക് ശരിയായ ഭക്ഷണക്രമം ഞങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിച്ച് കൊണ്ടുപോകാൻ സാധിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാരണം കൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾക്ക് ഏറ്റവും അടിമകളായി മാറുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ഇത്തരം ക്യാമ്പുകൾ ഞങ്ങൾക്കും കൂടി വളരെ ഉപകാരപ്രദമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അമ്പലത്തറ ജനമൈത്രി ബീറ്റ് പോലീസ് ഓഫീസർ പ്രമോദ് TV അധ്യക്ഷനായിരുന്നു. ആയുഷ്മാൻ ഭവ കൺവീനർ ഡോക്ടർ ഷഫ്ന മൊയ്തു പദ്ധതി വിശദീകരണം നടത്തി. കാസർഗോഡ് ഹോമിയോ വിഭാഗം DMO ഡോക്ടർ ഡീഷ്മ AK മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ ശ്രീധന്യ MP ബോധവൽക്കരണ ക്ലാസ് എടുത്തു. നാം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനീറ AK സ്വാഗതവും വായനശാല എക്സിക്യൂട്ടീവ് മെമ്പർ ജയരാജൻ PV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അടിയാർക്കാവ് പ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികൾ നടന്നു. പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടി അമ്മ ദേവസ്ഥാനം പ്രതിഷ്ഠാ മഹോത്സവവും സംക്രമപൂജയും ഭക്ത്യാദരപൂർവ്വം ആഘോഷിച്ചു. തറവാട് കാരണവ് ശ്രീ ചന്ദ്രബാബു മേലടുക്കത്തിന്റെ മേൽനോട്ടത്തിൽ മുഖ്യകർമ്മി ശ്രീ രാജു പാണത്തൂർ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്തു. ചടങ്ങിൽ മുഖ്യാതിഥികളായ MC നാലപ്പാടം പത്മനാഭൻ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ മോഹൻദാസ് അടിയാർക്കാവ്, രമേശൻ പുതിയ കണ്ടം, ഭരതൻ കണ്ടത്തിൽ, കുഞ്ഞിരാമൻ കുറ്റ്യാട്ട്, നാരായണൻ കൊള്ളിക്കാട്, വിനോദ്, രാജീവൻ, കൃഷ്ണമണി, സുകേഷ്, കൃഷ്ണൻ കിഴക്കേ വെള്ളിക്കോത്ത്, നന്ദു കാവുങ്കാല്, രതീഷ് അതിയാമ്പൂര്, KV ഗോപാലൻ, മാതൃസമിതി ഭാരവാഹികളായ ഗിരിജരാജു, കൃപഭരതൻ, സ്വപ്നകുമാരൻ, രാധിക, ശോഭ, രമണി, വത്സല, രാധിക മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. 21ഓളം കലാസംഘങ്ങളുടെ തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ചിത്രരചന മത്സരം, പുരാണ പ്രശ്നോത്തരി, മണലിൽ കിരൺ ബാബു തയ്യാറാക്കിയ ചിത്രപ്രദർശനവും നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴയ്ക്കൊപ്പം എത്തിയ ഇടിമിന്നലിൽ പടന്ന എടച്ചാക്കെ ഭാഗങ്ങളിൽ വ്യാപക നാശം. വളർത്തുപോത്ത് മിന്നലേറ്റ് ചത്തു. വീടുകൾക്ക് തകർച്ചയും കാർഷിക വിളകൾ നശിക്കുകയും ചെയ്തു. കയ്യൂരിന്റെ
മണ്ണിൽ ഇന്നു മുതൽ കലയുടെ പെരുമ്പറ മുഴങ്ങും. കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ കലോത്സവം അരങ്ങിന് തുടക്കമായി. 18 വരെയാണ് അരങ്ങ് നടക്കുന്നത്. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ ഈ വർഷത്തെ പുസ്തകോത്സവം ആരംഭിച്ചു. മെയ് 18 വരെയാണ് പുസ്തകോത്സവം നടക്കുന്നത്. വടക്കേ മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ കളിയാട്ടം സമാപിച്ചു. സമാപന ദിവസം ഉത്തര കേരളത്തിൽ നിന്നും ദക്ഷിണ കർണാടകയിൽ നിന്നുമായി 1,00,000 പേരിലധികം ഭക്തരാണ് ദർശനത്തിനെത്തിയത്. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രം കലശോത്സവത്തിന് നാൾ കുറിച്ചു. മെയ് 23, 24 തീയതികളിലാണ് കലശോത്സവം നടക്കുന്നത്. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.